വെൽക്കം ടു ടേസ്റ്റി ക്യൂൻസ്. ഈസ്റ്റർ സ്പെഷ്യലുമായിട്ട് ഞാൻ ഇന്നൊരു ഫിഷ് മസാലയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുഴുവനായിട്ടൊരു ഫിഷാണ് ഇതിന് ആവശ്യമുള്ളത്. അതിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാരിനേറ്റ് ചെയ്തിട്ട് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഫുള്ളായിട്ടുള്ള ഫിഷാണ് നല്ലത്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് ചൂടാക്കിയിട്ട് ഇതിന് വേണ്ട ഒരു മസാല ഗ്രേവി ഉണ്ടാക്കണം. ആദ്യം ഒരു കപ്പോളം ക്യാപ്സിക്കം, റെഡ് കളർ ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അത് വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരും. പിന്നെ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം. കറിവേപ്പില ഇടണം. ഞാൻ കറിവേപ്പില കുറച്ച് ചേർത്തു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂണോളം രണ്ടും കൂടെ ഒരുമിച്ച് ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ അവിടെ മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. മറിച്ചിടണം. ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് കേട്ടോ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. പിന്നെ ആ മീൻ ഫുള്ളായിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേകം നമ്മുടെ ഹോട്ടലിലൊക്കെ കാണുന്ന പോലെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു 3 സവാള പൊടിയായി അരിഞ്ഞത് അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റണം. ഗ്രേവി കിട്ടണമെങ്കിൽ നമുക്ക് സവാള കൂടുതൽ ചേർക്കുമ്പോഴാണ് നല്ലൊരു ഗ്രേവി തിക്കായിട്ട് വരുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് തക്കാളിയാണ്. തക്കാളിയും കൂടെ ചേർക്കാൻ ഞാനിപ്പോൾ ഒരു വലിയ തക്കാളിയാണ് ഇതിലെടുത്തിരിക്കുന്നത്. തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം. പ്രത്യേകിച്ച് വലിയ പൊടികളൊന്നുമില്ല. ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. മഞ്ഞ കളറാണ് ഈ കറിക്ക്. അപ്പോൾ അതുകൊണ്ട് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി ഒരു 4 പച്ചമുളകും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഒരു ഗ്ലാസ്, ഒരു വലിയ കപ്പോളം തേങ്ങാപ്പാലും കൂടെ ഞാൻ ചേർത്തു. നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മീനും നന്നായിട്ട് ഫ്രൈ ഒക്കെ ആയി റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടെ സെറ്റ് ചെയ്ത് സെർവ് ചെയ്യുന്നത് നമുക്ക് കാണാം. കുറച്ച് കറിവേപ്പിലയും ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. 2 വറ്റൽമുളകും എണ്ണയിൽ വറുത്ത് വെച്ചിട്ടുണ്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഗ്രേവി നമുക്കിനി ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മീൻ വെക്കണം. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലെ സെർവ് ചെയ്യുന്നത്. അങ്ങനെ മീനും ഫുള്ളായത് ഫ്രൈ ചെയ്തതും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രേവിയും കൂടി ഒഴിച്ച് മീനിൻ്റെ അകത്തേക്കൊക്കെ നന്നായിട്ട് ആ ഗ്രേവിയുടെ ടേസ്റ്റും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില വറുത്തതും വറ്റൽമുളക് ഒന്ന് വറുത്തെടുത്തതൊക്കെ വെച്ച് നമുക്ക് അലങ്കരിക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ഈസ്റ്ററിന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. ഡിന്നർ സ്പെഷ്യലായിട്ട് ഫിഷ് മസാല ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ടേസ്റ്റി ക്യൂൻസിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ വിഷസ് അറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.